സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിലെ ഓരോ സെക്കൻഡും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അതിബൃഹത്തായ ഈ പ്രപഞ്ചം, ഈ കോടാനകോടി ചരാചരങ്ങളെല്ലാം തന്നെ അല്ലാഹു വ്യഥാ സൃഷ്ടിച്ചതല്ലെന്നും ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും മരണത്തിനു ശേഷം നമ്മളെല്ലാവരും നമ്മുടെ ഖബറുകളിലേക്ക് അടക്കപ്പെടുകയും ഖബറുകളിൽ നിന്ന് രണ്ടാമതൊരു ജീവിതത്തിലേക്ക്, പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല കർമ്മങ്ങളെയും അല്ലാഹു കൃത്യമായി ശക്തമായും വിചാരണക്ക് വിധേയമാക്കുമെന്ന ബോധത്തോടുകൂടി, അത് അതിശക്തമായൊരു വിചാരണയായിരിക്കും. അന്ന് നമ്മുടെ നാവിന് സംസാരിക്കാൻ സാധിക്കൂല, നമ്മുടെ കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു ദിവസത്തെ വിചാരണക്ക് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാനും വിരോധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു വളരെ ചെറിയ ആയുസ്സാണ് അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. ഭൂമിയിലെ മറ്റു ചരാചരങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ആയുസ് വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ആരോഗ്യമുള്ള, ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന തൗഫീഖുള്ള ഈ ഒരു സമയത്ത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ പുതിയ ദിവസവും, ഓരോ പുതിയ പ്രഭാതവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വിലമതിക്കാനാവാത്തതാണ്. കാരണം അല്ലാഹു എല്ലാവർക്കും തുല്യമായി നൽകിയ ഒരു സാധനം അത് സമയമാണ്. അല്ലേ? അത് ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ആരോഗ്യമുള്ളവനായാലും ആരോഗ്യമില്ലാത്തവനായാലും എന്തെല്ലാം ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിൽ ആളുകൾക്കിടയിലുണ്ടോ അതൊന്നും പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യമായി നൽകപ്പെട്ട ഒരു വിഭവമാണ് സമയമെന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമ്പോൾ ഈ ദിവസം എനിക്ക് അനുകൂലമായി മാറ്റുക എന്നതാണ് ഈ ജീവിതത്തിലെ പരീക്ഷണം എന്നാൽ. ഒരു ദിവസം നേരം വെളുക്കുമ്പം പ്രഭാതത്തെക്കുറിച്ചില്ലേ വിശുദ്ധ ഖുർആൻ ഓരോ ദിവസത്തെക്കുറിച്ചും എന്ന സമയത്തെക്കുറിച്ച് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫജ്റിനെ കുട്ടി വൽ ഫജ്ർ വലയാലിൻ അഷർ, മാറി മാറി വരുന്ന രാപ്പകലുകൾ, ആകാശഭൂമികളിലെ ദൃഷ്ടാന്തങ്ങൾ, ഇതൊക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രഭാതം എന്നത് ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ആ പ്രഭാതം നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ, ആ ദിവസത്തിൽ മുഴുവൻ ആ ഒരു ദീനിൻ്റെ വൈബ് നിലനിർത്താൻ അത്യാവശ്യമാണ്. സുബൈ ജമാഅത്തായിട്ട് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ദിവസം നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം സുബൈ നമസ്കരിച്ചവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. സുബൈ നമസ്കരിച്ച ആൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അപ്പം അതുകൊണ്ട് ആ സുബൈക്ക് എണീക്കുക എന്നുള്ളത്, ഇപ്പോൾ വേൾഡ് കപ്പാണ്, എല്ലാവരും കളി കാണുന്നുണ്ട്. അപ്പോൾ ആ കളി കണ്ട് സുബൈ ജമാഅത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ അത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. കാരണം അത് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തും. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ഫുട്ബോൾ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. അത് കളി കണ്ട് കാണില്ലല്ല കുഴപ്പം, ആ കളി കണ്ട് നമസ്കാരം നഷ്ടപ്പെടും. നമ്മൾ സ്ഥിരമായി നിസ്കരിച്ച് വരുന്ന ജമാഅത്തുകൾ അതേപോലെ തഹജ്ജുദ് ഇങ്ങനത്തെ നിസ്കാരങ്ങളൊക്കെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഉറക്കിൽ നിന്ന് എണീക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ എഴുന്നേറ്റ് അങ്ങനെയാണ് അത് ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. നമ്മുടെ അമാതന എന്നുള്ള ശരിക്കും മരിപ്പിക്കുക എന്നാണ് അവിടെ അർത്ഥം. മൗത്ത് എന്നാണ്, മൗത്താണ് അവിടെ അർത്ഥം. നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മളെ എണീപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അപ്പോൾ ഒരു മരണത്തിന് ശേഷം, ഉറക്കം എന്നത് മരണത്തിന് തുല്യമായൊരു സംഭവമാണ്. അതിനുശേഷം അള്ളാഹു നമുക്ക് റൂഹ് തിരികെ നൽകിയതിന് നമ്മളൊരു നന്ദി കാണിക്കാം.
ആൾക്കാർ പല രൂപത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ നേരെ ഫോൺ എടുക്കുക, അലാറടിക്കും, അലാറം ഫോണിലാണ് വെക്കുക. അപ്പോൾ ആ ഫോൺ എടുക്കും, ചിലപ്പോൾ അതവിടെ വെക്കും, പിന്നെ ചിലപ്പോൾ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, നേരെ വാട്സപ്പുക്കും ഫേസ്ബുക്കൊക്കെ എടുക്കും. എന്നാലും ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്ക് പിന്നെ ആരൊക്കെ മെസ്സേജ് വിട്ടിക്കണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ആദ്യം അറിയേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫോണിലാണ് അലാറം വെക്കുക എന്നുള്ളതുകൊണ്ട് ഫോണാണ് രാവിലെ കൈ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ ദിക്റൊന്നും നമ്മൾ മറക്കണ്ട. അൽഹംദുലില്ലാ എന്ന് നമ്മൾ എഴുന്നേറ്റ് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച്, രാവിലെ നമുക്ക് എത്രയോ ആളുകൾ ഉറങ്ങിയിട്ട് സ്ട്രോക്കായിട്ട് മരിച്ചുപോയി. പല ആൾക്കാരും എന്താണ് പല അസുഖങ്ങളായിട്ട് രാത്രി ആസ്പത്രിയിൽ കൊണ്ടുപോയി. നമ്മളൊക്കെ ഒന്നും അറിയില്ല. നിങ്ങൾ ആസ്പത്രിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒരു രാത്രി 12 മണിൻ്റെയും 5 മണിൻ്റെ ഇടയിൽ വന്ന് നിന്നാൽ അറിയാം എന്തൊക്കെ ഇവിടെ ലോകത്ത് നടക്കണമെന്ന്. ഓരോരുത്തരെ 2 മണിക്കും 3 മണിക്കും നെഞ്ഞുവേദനയായിട്ടും സ്ട്രോക്കായിട്ടും പലതരം അസുഖമായിട്ടൊക്കെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ നീച്ചും. അപ്പോൾ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാൻ യാതൊരു പിശുക്കും കാണിക്കേണ്ടതില്ല. അത്രയും വലിയ അനുഗ്രഹത്തിലാണ് നമ്മൾ രാവിലെ എണീറ്റിട്ടുള്ളത്. നമ്മൾ തന്നെ ഉറങ്ങി, നമ്മൾ തന്നെ ഇട്ട പുതപ്പൊക്കെ നമ്മൾ തന്നെ മാറ്റി വെച്ച് നമുക്ക് എണീക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് അതിൽ യാതൊരു പിശുക്കും വിചാരിക്കേണ്ട. അപ്പോൾ അത് നഷ്ടപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ എണീക്കും അൽഹംദുലില്ലാ എന്നുള്ള ആ വാക്ക് മിനിമം അതെങ്കിലും, ഈ മുഴുവൻ നിങ്ങൾക്ക് പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അൽഹംദുലില്ലെങ്കിലും രാവിലെ എണീക്കുമ്പോൾ ആദ്യമായിട്ട് പറയാം. അതേപോലെ സഹോദരൻ, പിശാചം ചില ആൾക്കാർ ഉറങ്ങിക്കഴിഞ്ഞാൽ സുബൈ നിസ്കരിക്കാതെ, സുബൈക്ക് എഴുന്നേൽക്കാതെ പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പം നബി എഴുതുന്നതാണ് പിശാച് ഓൻ്റെ ചെവിയിൽ മൂത്രയിച്ചതെന്നാണ്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് പിശാച് മൂത്രയിക്കുക, പിശാച് എങ്ങനെയാണ് പിശാച് ഇങ്ങനെ പോയിക്കാന്നൊന്നും വിചാരിച്ചണ്ട. അത് നമ്മളെന്താ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ മലക്കുകളെ കണ്ടുകണോ, നിങ്ങൾ ജിന്നുകളെ കണ്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അള്ളി റസൂൽ എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കാനേ മാർഗുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇങ്ങനെ കുറേ റിസർച്ച് നടത്തി കണ്ടുപിടിക്കാൻ പറ്റിയതല്ല ജിന്നും മലക്കും ഇതൊന്നും. നമ്മളെത്ര കൂടെ കുത്തിരുന്ന് ആലോചിച്ച് പഠിച്ചുണ്ടാക്കിയാലും മനുഷ്യൻ്റെ റിസർച്ച് തജ്രിബൻ്റെ നിരീക്ഷണ പരീക്ഷണ മണ്ഡല ചിന്തൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധനമല്ല ജിന്നും മലക്കും വഹിയൊന്നും. അതൊക്കെ അള്ളാഹുവിൻ്റെ വഹിയിൽ അള്ളാഹിൻ്റെ റസൂൽ എന്താണ് പഠിപ്പിച്ചത് അതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കില്ല, അതവിടെ അയിമ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പിശാച് മൂത്രം വെച്ചിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താ വെച്ചാൽ എന്താണ്, രാവിലെ നീച്ചു ഒരു അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ ഒരു ദിക്ർ ചൊല്ലുക, അള്ളാഹിൻ്റെ എന്താണ് സ്തുതിച്ചുകൊണ്ട് അള്ളാഹ് എന്നുള്ള വാക്കുച്ചിരിക്കാനുള്ളൊരു തൗഫീഖ് കിട്ടുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു ഒന്നും ഉണ്ടാക്കുക. ഞാൻ അതുമില്ലെങ്കിൽ സുബൈ നിസ്കരിച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഷർറ് മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സുബൈ നമസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യാം, പള്ളിയിൽ പോകാൻ ശ്രദ്ധിക്കാം. ആണുങ്ങളൊക്കെ എന്ത് ചെയ്യാം, നോക്കി ഏത് നാട്ടിൽ ചെന്നാലും സുബൈക്കാണ് ഏറ്റവും കുറവ് ആൾക്കാരുണ്ടാകുക. ഒരു പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ മനുഷ്യന്മാരുണ്ടാകുന്ന വക്തത വെച്ചാൽ സുബൈയാണ്. ഒരു സൊഫൊക്കെയാണ് ഒരു പള്ളി ഉണ്ടാകുക, ഒരു സൊഫ് ഉണ്ടാവില്ല ഒരു പള്ളി. ചിലപ്പോൾ ചില പള്ളിയിലൊക്കെ 4 ആൾ ഇമാമിൻ്റെ ഞാൻ നാളൊരു സ്ഥലത്ത് പോയപ്പം ഇമാം ഇങ്ങനെ കാത്തുക്കണം ഒരാൾ വന്നാൽ നിസ്കരിച്ചെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഒരു യാത്രയിൽ ഇറങ്ങിയതാണ്, സ്ഥലം ഞാൻ പറയില്ല, യാത്രയിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇമാമ് കാത്തുക്ക ഒരു മൗമൂമിനെ കിട്ടിയാൽ നിസ്കരിച്ചെന്ന് വിചാരിച്ചിട്ട്. അതാണ് സുബൈൻ്റെ അവസ്ഥ. നേരത്തെ നിങ്ങൾ ആ മഗ്‌രിബിനെ പള്ളി വന്ന് നോക്കി സ്ഥലം കിട്ടും, പുറത്ത് കിട്ടിയത് ചിലപ്പോൾ. ഏറ്റവും കുറഞ്ഞ കൂലിയുള്ള നമസ്കാരമാണ് മഗ്‌രിബ്, ഏറ്റവും കൂലിയുള്ള നമസ്കാരം സുബൈ, അതിന് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സുബൈക്ക് എന്ത് ചെയ്യുക, പള്ളിയിലെത്തുക. ആണാണോ നിങ്ങൾ സുബൈയിൽ പള്ളിക്ക് എത്തിയിരിക്കണം. നിങ്ങളെ നാട്ടിലെ പള്ളിയിൽ നിങ്ങൾ ഹാജരാകണം. ചെറിയ മക്കളൊക്കെ എന്ത് ചെയ്യും, നീപ്പിച്ച് പള്ളി കൊണ്ടുപോകുന്ന ഒരു ശീലം എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. എന്നാൽ എന്ത് ചെയ്യും, നമ്മൾ മരിച്ചാലും നമ്മുടെ മക്കൾ പള്ളി പോകുന്ന ഒരു അവസ്ഥ, സുബൈക്ക് പള്ളി പോകുന്ന അവസ്ഥ ഉണ്ട്. ബാക്കി വക്തിലൊന്നും കൂടിയില്ലെങ്കിലും ആ വാപ്പ അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് പറയും. നല്ല മക്കൾ പറയാം, എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് അതങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് സഹോദരൻ അതൊക്കെയാണ് നാളെ കബർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ സുബൈക്ക് പള്ളി പോകുക എന്നുള്ളതാണ്. സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ പറ്റി അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യങ്ങൾ, ഈ ദുനിയാവും അതിൽ മുഴുവനുള്ളതിനേക്കാൾ ഹൈറാണ് സുബൈൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്നാണ്. പല ആളുകളും എന്ത് ചെയ്യുക, നഷ്ടപ്പെടുന്നത്. അതിന് എത്ര ഒരു സീരിയസ്നെസ് ആൾക്കാർ കാണും. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്തുകളുടെ കൂട്ടത്തിൽ തഹജ്ജുദ് കഴിഞ്ഞാൽ, വലിയ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാലുള്ള പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ നഷ്ടപ്പെടുത്താത്ത സുന്നത്ത് നിസ്കാരം. യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമ്മും കസറുമാണ് ചെയ്യുക. അപ്പോൾ നബി സുന്നത്ത് നിസ്കരിക്കില്ല, യാത്രയിൽ നബി സുന്നത്ത് നിസ്കരിക്കാറില്ല എന്നാണ്. കാരണം ഫർള് തന്നെ ചുരുക്കിയിട്ടാണ് നിസ്കരിക്കുക, പിന്നല്ല സുന്നത്ത്. പക്ഷേ യാത്രയിൽ നഷ്ടപ്പെടുത്താത്തൊരു സുന്നത്താണെന്ത്, സുബൈൻ്റെ മുമ്പുള്ള സുന്നത്തും നബിൻ്റെ രാത്രി നിസ്കാരം. അത് നബി എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുത്താറില്ല എന്നാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യുക, സുബൈൻ്റെ മുമ്പുള്ള സുന്നത്തിന് നമ്മൾ നല്ല ശ്രദ്ധ നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ സഹോദരങ്ങൾ, ദിക്ർ ചൊല്ലുക എന്നുള്ളത്. രാവിലെ കുറച്ച് നേരം ഒരു ദിക്ർ ചൊല്ലി ആ പള്ളിയിൽ എന്താ പറയുക, രാവിലെ വൈകുന്നേരമൊക്കെ പ്രാർത്ഥന ഉണ്ട്. ഹദീസുകളിൽ വന്ന സ്വഹീഹായ പ്രാർത്ഥനകൾ ഹദീസിൽ ഉത്തരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ പ്രേരിപ്പിച്ച വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ കുറേ പ്രാർത്ഥനകളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്. അത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിൻ്റെ മുമ്പിൽ മരിച്ചാൽ സ്വർഗ്ഗമാണ്. നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഗ്യാരണ്ടി ഉള്ളൊരു സാധനമാണ്. അള്ളാഹിൻ്റെ റസൂൽ ഒരു സ്വർഗ്ഗം, ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം അയാളുടെ മരണമല്ലാതെ മറ്റൊന്നില്ല എന്നാണ്. മരിച്ച സ്വർഗത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഒരു ആയത്തുൽ കുർസി നിസ്കാരമൊക്കെ നീട്ടിട്ട് ആൾക്കാർ ഒറ്റ നീച്ചണ പോലാണ്. ചിലപ്പം ഒരു ഫോൺ വന്നിട്ടൊക്കെ നീച്ചണ പോകും, പിന്നെ ആയത്തുൽ കുർസി പോയി. ആ ആയത്തുൽ കുർസി പോയി. അസറിൻ്റെ മുമ്പ് നിങ്ങൾ ളുഹർ നിസ്കരിച്ചൊരു ആയത്തുൽ കുർസി അവിടെ ഇരുന്ന് ഓതിയാൽ നിങ്ങൾ അസറിൻ്റെ മുമ്പ് മരിച്ച നിങ്ങൾ സ്വർഗത്തിലാണെന്നാണ്. ഇതൊക്കെ തൗഹീദുള്ളവർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സ്വർഗ്ഗമുണ്ട് അറിയുമ്പോൾ എല്ലാം അണ്ടനോടെ സ്വർഗത്ത് പോകും വിചാരിച്ചാൽ
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരു കളങ്കില്ലാത്തവനെ സ്വർഗത്ത് പോകുള്ളൂ. ഇനി എന്തൊക്കെ തലകുത്തിന്നതല്ലാത്തവൻ സ്വർഗത്ത് പോകില്ല. അള്ളാഹു സ്വർഗം ഹറാമാക്കിണ്. ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിണ്. എന്താ ഇപ്പോൾ സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അത് ശിർക്ക് തന്നെയാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരെ ആരാധിക്കുക, അവരോട് ദുആ ചെയ്യുക, അവരോട് ഖൈറ് ചോദിക്കുക. ജീവിതത്തിൽ മൺമറഞ്ഞ് മരിച്ച മഹാന്മാരായ ആളുകളോട് അവരോട് ഖൈറിനെ ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് തരണേ, ഇത് തരണേ എന്ന് നമ്മൾ അള്ളല്ലാത്തൊരാളോട് ചോദിക്കുക. അള്ളല്ലാത്തൊരാൾക്ക് അതിനുള്ള കഴിവില്ല. അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല അല്ലേ? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്തുൻ നജ്മിൻ്റെ തുടക്കമാണ്. പ്രവാചകരെ താങ്കൾ വഴിപിഴച്ചു പോയിട്ടില്ല. മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിൽ ഇറങ്ങുന്ന സൂറത്താണ്. മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹ് പറയണേ, നിങ്ങളുടെ നബി എന്ത് ചെയ്തിട്ടില്ല? വഴി പിഴച്ചിട്ടില്ല. അത് ഓരോട് അങ്ങനെ പറയണം, നബി വഴി പിഴച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ. കാരണം നബി വഴി പിഴച്ചു എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറയുന്നത്. നബി വഴി പിഴച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? ഓല് സാധാരണ വിളിച്ച് പ്രാർത്ഥിക്കൽ എന്തെങ്കിലും ഇടങ്ങേറും മുസീബത്തൊക്കെ ഉണ്ടായ ഓല് ലാത്തെ മനാത്തെ ഉസ്സ എന്നാണ് വിളിക്കുക. ലാത്തനെയും മനാത്തനെയും ഉസ്സനെയും കൂട്ടാത്തൊരു ഏർപ്പാട് ഒലിക്കില്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആൾക്കാർ അന്നങ്ങ മമ്പർത്ത തങ്ങളെ വിളിച്ചല്ലോ, അന്നങ്ങ അതാ വിളിച്ച, വെറുതെ ഒന്ന് കാല് വെച്ചുത്തിയാൽ എന്തിറങ്ങാറുണ്ട്. ചെറിയൊരു മുസീബത്ത് ഉണ്ടായ അപ്പ അമൃത തങ്ങളെന്നാ വിളിച്ച. അതേപോലെ മക്കാർ വിളിച്ചിരുന്ന ഒരാളാണ് ലാത്താന്ന്. ആ ലാത്തനെ വിളിക്കരുത്, മനാത്തനെ വിളിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് ഓൻ പയച്ചു എന്നാ പറഞ്ഞു. ഓൻ പയച്ചുപോയി, ഓൻ പുത്തൻവാദിയാണെന്നാ പറഞ്ഞു. ഓൻ പുതിയ വാദമാണ്. നമ്മളെ പാപ്പപ്പാപ്പമാർ കാക്കക്കാരണവന്മാർ വിളിച്ചതിനെതിരായിട്ടാണ് ഓൻ പറയുന്നത്. ഓൻ പയച്ചുകണ്, ഓൻ പുത്തൻവാദിയാണ്. അള്ളാഹു നക്ഷത്രത്തെ സത്യം ചെയ്തുകൊണ്ട് പറയും, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. നിങ്ങളെ കൂട്ടുകാരൻ മുഹമ്മദ് വഴി തെറ്റിയിട്ടില്ല, ഓൻ പയച്ചോനല്ല. വമാ യൻതിഖു അനിൽ ഹവാ, അവൻ സംസാരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അള്ളാഹു വഹി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് എന്തെങ്കിലും പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് ഊട്ടിയില്ലതാണല്ലേ, ആൾക്കാർ പറയല്ലേ ഓൻ പയച്ചുകണെന്ന് പറയാം. ഒരാൾ അള്ളാനെ മാത്രമേ വിളിച്ചാൽ പാടുള്ളൂ. നിങ്ങൾ ഈ വമ്പർത്തങ്ങളെയും എന്താണ് ബദരീങ്ങളെയും ഈ ആൾക്കാരൊന്നും കൂട്ടക്കാരൊന്നും വിളിച്ചിരുന്ന പടച്ചോനെ, ഈ നമ്മളെ സൃഷ്ടിച്ച പടച്ചോനെ മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഓൻ പയച്ചുകണെന്ന് പറയാം, ഓൻ പുത്തൻവാദിയാണെന്ന് പറയാം. അതെന്നെ പറഞ്ഞത് നബിനെ പറ്റി, ഓൻ പുത്തൻവാദിയാണ്, ഓൻ പയച്ചു പോയിക്കണം. ആരാ തിരുത്തുന്നത്? പടച്ചോൻ തിരുത്താണ്. മക്കയിലെ മുശ്രിക്കുകളുടെ പടച്ചോൻ തിരുത്താണ്. നിങ്ങളെ കൂട്ടുകാരൻ വഴി തെറ്റിപ്പോയിട്ടില്ല, ഓൻ പയച്ചോനല്ല. ഓനെ പഠിപ്പിച്ചത് ഞാനാണ് സംസാരിക്കുന്നത്, ഓനല്ല സംസാരിക്കുന്നത്, ഞാനാണ് പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവ. ഓന് പഠിപ്പിച്ചു കൊടുക്കണ ആരാണ്? ഓന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ത്വായിഫിലും മദീനത്തൊക്കെ ഏതോ ആൾക്കാരാണെന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. ഈ രണ്ട് പട്ടണത്തിൽ ആരോ ഓനെന്തോ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അള്ളാഹ് പറയാണ് ഓന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലമഹു ശദീദുൽ ഖുവ, ശക്തിവാനായ ജിബ്രീലാണ് ഓനെ പഠിപ്പിച്ചത്, അല്ലാതെ ത്വായിഫിലെ ആൾക്കാരൊന്നല്ല ഓനെ പഠിപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് അങ്ങനെ ആയത്തിറങ്ങാൻ കാരണം നബിനെ പറ്റി അങ്ങനെ. അതൊരു സഹോദരങ്ങളെ, ഇതന്നെ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരു ശക്തിക്ക് നമ്മളെ ജീവിതത്തിൽ ഒരു ഗുണവും ദോഷവും വരുത്താം, നമ്മളെ ജീവിതത്തിൽ ഗുണം കൊണ്ടുവരാനോ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഇടങ്ങേറ് മാറ്റാം അല്ലാത്ത ഒരാൾക്കും കഴിയൂല. അതാണ് തൗഹീദ് എന്നല്ല. അങ്ങനെ ഒരു അധികാരം അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല അത് മാറ്റാനല്ലേ. അപ്പം അതുകൊണ്ട് സഹോദരങ്ങൾ, അതുണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടുള്ളൂ. അതില്ലെങ്കിൽ എങ്ങനെ തലകുത്തി നിൽക്കും കാര്യങ്ങൾ. കൊല്ലം മുഴുവൻ നോമ്പ് വെച്ചിട്ട് രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ യാതൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. വളരെ ലളിതമാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? അത് അള്ളാഹിനോടുള്ള പ്രാർത്ഥനയാണ്. ദുആ വലിയ പ്രാർത്ഥന തന്നെയാണ് ആരാധന പറഞ്ഞത്. അത് നമുക്ക് മനസ്സിലാവും എന്താണ് ആരാധന എന്നത്. അപ്പോൾ അത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. പിന്നെ സഹോദരങ്ങളെ, പിന്നെ ഞാൻ പറഞ്ഞ ഈ ഇത് രാവിലെ എണീറ്റിട്ട് കുറച്ച് നേരം ഒന്ന് ദിക്ർ ചൊല്ലി, ആ രാവിലെ വൈകുന്നേരത്തിൽ കുറേ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. അത് നോക്കി ചെല്ലാൻ പറ്റുമെങ്കിൽ, കാണാതെ ഇറങ്ങി അങ്ങനെ ചെല്ലുക. നോക്കി ഓതാൻ ആപ്പുകളുണ്ട്, പുസ്തകമുണ്ട്, ചെറിയ ബുക്കൊക്കെ വാങ്ങാട്ടെ, അതിൽ നോക്കി ചെല്ലുക. ഒരു പള്ളിക്ക് സുബഹിസ്കരിച്ച് 10 മിനിറ്റോടെ ഇരുന്ന് അത് നീച്ച് പോയാൽ പിന്നെ നടക്കില്ല. ജീവിതത്തിൽ കണ്ട് ഇറങ്ങി നമ്മൾ വിചാരിച്ചു ഇങ്ങനെ നടക്കുമ്പോൾ ചെല്ല, ഇരിക്കുമ്പോൾ ചെല്ലാന്ന്. അത് പോയാൽ അവിടെ നിന്ന് വിട്ടാൽ കഴിഞ്ഞ് അവിടെ ഇരുന്ന് ചെല്ലുക, അത് നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ആ ഫോണൊക്കെ ഒന്ന് മാറ്റിച്ച് അത് പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, അതിരുന്ന് നമ്മൾ ചെല്ലാൻ നോക്കുക. അങ്ങനെ വെച്ചെങ്കിൽ ഒരു കുറച്ച് അസ്തഗ്ഫിറുള്ള, അള്ളാഹുവിനോട് പൊറുക്കലിന് ചെയ്ത പാപങ്ങൾ ഏറ്റു പറഞ്ഞത്. നിങ്ങൾ എന്നും രാവിലെ സുബഹിസ്കരിച്ചിട്ട് ഒരു ഇരുന്ന ഇരിപ്പിൽ പടച്ചോനോടൊന്ന് ഏറ്റു പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാന്ന് ഉള്ളു തട്ടി ചെല്ലിയാൽ തന്നെ നമ്മൾ നല്ലോണം ഫ്രഷാവും. ചെയ്ത പാപം നമുക്ക് നല്ലൊരു ഇതിന് വരും, എനർജിയാണ് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ദിക്റുകൾ 100 വട്ടം ഇതുണ്ട്, അസ്തഗ്ഫിറുല്ലാ ചെല്ലാണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ 70-ലധികം തവണയൊക്കെ എന്ത് ചെയ്തിട്ട് ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു എന്നാണ്. ഒരു പാപവും ചെയ്യാത്ത, അറിഞ്ഞിട്ടൊരു പാപം പോലും ചെയ്യാത്ത അല്ലാഹുവിൻ്റെ റസൂല്, ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂല് 70 വട്ടം ചെല്ലിയണമെങ്കിൽ നമ്മൾ എത്ര വട്ടം ചെല്ലേണ്ടി വരും സഹോദരങ്ങളെ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും,
ഫജറിൻ്റെ കാര്യത്തിലും ഫജറിൻ്റെ മുമ്പുള്ള സുന്നത്തിൻ്റെ കാര്യത്തിലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ആയത്തുൽ കുർസി അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അതേപോലെ തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ആ രാവിലെ ഇനി ഒന്നും നമുക്ക് ചെല്ലാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിലും ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറെങ്കിലും രാവിലെയും വൈകുന്നേരം ചെല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയൊരു പ്രാർത്ഥനയാണ് ചെല്ലുക. അതേപോലെ തന്നെ സഹോദരൻ സുബൈൻ്റെ ശേഷം കടന്നുറങ്ങാതൊക്കെ എന്നുള്ളത്. അള്ളാഹു ഏറ്റവും ബറക്കത്തുള്ള സമയമാണ് സുബൈൻ്റെ ശേഷമുള്ള സമയം എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചെയ്യണ കാര്യങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ബർക്കത്ത് എന്തുണ്ട് എന്നും അതിൽ സഹാബികൾ പല ബിസിനസ്സും ആ സമയത്ത് പ്രത്യേകം ചെയ്തതായിട്ടൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു സഹാബി ആ സമയത്ത് കച്ചവടം നടത്തിയതും അതിൽ ബർക്കത്ത് കിട്ടിയതും അത് ചോദിച്ചപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഈ സമയത്തിന് ബർക്കത്തുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന്. എൻ്റെ ഉമ്മത്തിന് അവർ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകം ബർക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഹദീസുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് കച്ചവടമാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി സുബഹിസ്കരിച്ചേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഏർപ്പാട് തുടങ്ങുക. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, നേരെ അതിലേക്ക് പ്രവേശിക്കുക. ആ സമയം ഇത് എന്ത് ചെയ്യാം, നമ്മൾ എന്താ പറയുക, ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അലസമായി വിരസമായി ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, ഉറങ്ങിയാൽ ശീലമാക്കിയ ആൾക്കാരുണ്ട്. അതൊക്കെ അത് മാറ്റിയെടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഹൈറായിരിക്കും. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നരകത്തിൽ നിന്ന് അകറ്റുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് അറിയിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊക്കെ നബീൻ്റെ ശരീരം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. സുബൈക്ക് നേരത്തെ സുബൈൻ്റെ മുമ്പ് തന്നെ ഒരു വിശ്വാസം വെച്ചാലും രാത്രി നിസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. അത് പറ്റുമെങ്കിൽ അതന്നെ ചെയ്യാൻ മിനിമം ഒരു 3 റക്അത്തെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞ് പള്ളിയിൽ സുബൈൻ്റെ മുമ്പിലെ സുന്നത്ത് പള്ളിയിൽ പോവുക, ജമാഅത്തായിട്ട് ആണുങ്ങൾ കഴിയുന്നത് സുബൈ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക. അതിന് ശേഷമുള്ള ദിക്റുകൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെല്ലാൻ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങളെ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിലെ ഓരോ ദിവസവും നാളെ നമ്മളെ കർമ്മരേഖയിൽ വരും. ഒരു നമസ്കാരമുണ്ടെങ്കിൽ നാളെ നന്മ തിന്മകൾ സമമായി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിൽ വോട്ടിടുകയാണെങ്കിലും അതിങ്ങനെ ഇഞ്ചോടിഞ്ച് ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോഴുള്ള ഒരു ഉത്കണ്ഠയും ആകാംക്ഷയൊക്കെ ഉണ്ട്. ഇപ്പോൾ പന്തളി കാണുകയാണെങ്കിലും അല്ലേ, ഒരു 3-3 1-1 നിൽക്കുമ്പോഴുള്ള ഒരിതുണ്ട്. അതേമാതിരി ഒരു സന്ദർഭം നാളെ പരലോകത്ത് വരും. നന്മയും തിന്മയും ഇങ്ങനെ തുല്യമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് എങ്ങട്ടാ നീങ്ങാന്ന്. നല്ലോണം നന്മ ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് ഇനി കുറച്ച് പൈല അപ്പുറത്ത് വന്നാലും 5 ഗോളിനൊക്കെ ജയിച്ചിരിക്കണ മാതിരി അല്ലേ, ഒരു 5 ഗോൾ 6 ഗോളിനൊക്കെ അങ്ങനെ ജയിച്ച് ഒരു 80ാമത്തെ മിനിറ്റിൽ പന്തളിച്ചുകൊണ്ടാണ് ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ. അതേമാതിരി നിറയെ നന്മ തുലാസിൽ കണ്ട തിന്മ കുറച്ചുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചിപ്പോൾ വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അല്ല. നന്മയും തുന്മയും തുല്യമായി ആ തുലാസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ആ തിന്മ തൂങ്ങി നരകത്ത് പോണ്ടി വരുമെന്നൊരു ബേജാറുണ്ട്. അതുകൊണ്ട് ഓരോ പ്രഭാതവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ തുലാസിലെ നന്മയുടെ ഏടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടത്. നാളെ അവിടെ ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് നമ്മൾ ബോധപൂർവം പെടുന്ന് തീരുമാനിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സുബഹി നമസ്കാരം അല്ലേ, ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള കണ്ണ് പൊട്ടി കണ്ണീര് വന്നിട്ട് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരത്തെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ നമ്മളെ അവസ്ഥ എന്താണ്? നമ്മൾ മനസ്സ് കടുത്തു പോകും. ഒന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്ന് കരയാൻ ദിവസത്തിൽ ഒരിട്ടെങ്കിലും നമുക്ക് പറ്റണം സഹോദരങ്ങൾ. ഒരു പേജ് ഖുർആനെങ്കിലും ഒരു ദിവസം ഓതുക എന്നുള്ളത് ഇതൊക്കെ എന്താ, ഇതൊക്കെ ദീനിൻ്റെ ഒരു വൈബാണ്. ഇതിങ്ങനെ നിലനിർത്തിയാലേ ആ മരിക്കുമ്പോൾ ലായിലാലെന്നെല്ലാം കിട്ടുള്ളൂ. അല്ല ഇതൊക്കെ ഇങ്ങനെ തോന്നി മാറി ജീവിച്ച് അവസാനം മരിച്ചാൽ നേരത്തെ ആരെങ്കിലും ലായിലാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പറയാൻ പറ്റും നിങ്ങൾ വിചാരിക്കേണ്ട, കഴിയൂല. അതിൽ തൗഫീക്ക് കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിക്കണം. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ടാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി കുറച്ചൊരു പരലോകബോധത്തോടു കൂടി മരിക്കണമെന്നും മരിച്ചെന്നാൽ ഇത് വിചാരണ ഉണ്ടാവുന്നു. കാരണം സ്വർഗത്തിൽ പോയ ആളുകൾ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾ എന്താണ് ഈ സ്വർഗത്തിലെത്താനുള്ള കാരണം? ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. അപ്പം ആ ഒരു പ്രതീക്ഷിച്ച വിചാരണ ഉണ്ടാകും എന്ന ബോധത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ ചെറിയൊരു മാറ്റമൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം എന്താ, നിങ്ങൾ ഇത് എല്ലാ വിചാരണമാരില്ല. നിങ്ങൾ പിന്നെ എന്താണ്, താഴത്തെ കോടതിയിൽ തോറ്റാൽ മേലത്തെ കോടതിയിൽ പോയി അപ്പീൽ കൊടുക്കാനൊന്നും പറ്റൂല. കുറച്ചും കൂടിയും കായ് കൊടുത്തൊരു വക്കീലിനെ വെച്ച് ജയിക്കാനോ ഞാൻ അടുത്തൊല്ലം പരീക്ഷ 2ാമത് എഴുതി പാസ്സാകാനോ പറ്റണേ ഒരു വിചാരണ അല്ല പരലോകത്തെ വിചാരണ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞു മരണം തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ കബറിൽ ആ വിചാരണയും കാത്തിങ്ങനെ കിടക്കും. മക്കൾ നല്ല മക്കളെയും ജാരിയായ വല്ല സ്വതക്കും പള്ളിക്കും മദ്രസനൊക്കെ വല്ല തെങ്ങും സെലും റൂമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതൊക്കെ ഇങ്ങനെ ഇടക്കുന്ന ഓരോ മാസം ഓരോ മെസ്സേജ് വന്ന് ചാടും എന്ന് പറഞ്ഞ മാതിരി കുറച്ച് കബർക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരാറില്ലേ. നമ്മൾ ശമ്പളമൊക്കെ കിട്ടുമ്പോൾ ചില കമ്പനിയിൽ നിന്നൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും, പൈസൻ്റെ മെസ്സേജാണ് 1-ാം തീയതി. അതേമാതിരി കബർക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അവിടെ പണ്ടൊക്കെ എല്ലാവരും എന്താണ് നമ്മുടെ നാട്ടിൽ നല്ല കാഴ്ചനൊരു തെങ്ങ് മദ്രസ കൊടുക്കും പള്ളിക്കൊക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കും ചെയ്യും, ഈ മദ്രസയിൽ തെങ്ങുമ്പോൾ മാത്രമേ തേങ്ങ ഉണ്ടാവുള്ളൂ.
നമ്മൾ ബാക്കിയുള്ള തെങ്ങൊക്കെ അങ്ങനെ മൊട്ടായിക്കുണ്ടാവും. പള്ളിക്കും മദ്രസും കൊടുത്തത് എങ്ങനെ വളവിട്ടെടുക്കൂല, ഒന്നുമില്ല, നല്ലവും ഇങ്ങനെ പൂത്തുക്കണാണ്. മറ്റേ നമ്മളെങ്ങനെ നോക്കിയാലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. പടച്ചോന്നൊക്കെ ഇതൊക്കെ പരീക്ഷണമാണ്. ഈ ബനൂ ഇസ്രായേലിന് എന്താണ് ശനിയാഴ്ച മീൻ പിടിച്ചാൻ പാടില്ല പറഞ്ഞപ്പം ബാക്കി 6 ദിവസം പോയാലും മീൻ കിട്ടൂല. ശനിയാഴ്ച വെറുതെ കടലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നോക്കി മതി, മീൻ ഇങ്ങനെ ചാടും, എന്നാ പിടിച്ചോ അത് പിടിച്ചാൻ പറ്റൂല. അപ്പം അങ്ങനെ അതാണ് ജീവിതത്തിലെ പരീക്ഷണം എന്നാണ്. പള്ളിക്കൊടുത്ത് തെങ്ങുമ്പോൾ നല്ല തേങ്ങ ഉണ്ടാവും, മറ്റീമ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തോന്നും ഈ തെങ്ങൊന്ന് മാറ്റിയാലോ, ഇത് പള്ളിയൊക്കെ ആക്കി നമുക്ക് ആക്കിയാലോ, 2 തെങ്ങ് പള്ളിയൊക്കെ ആക്കി 1 തെങ്ങ് കെട്ടാക്കിയാലോ എന്നൊക്കെ തോന്നും. അപ്പോൾ സഹോദരങ്ങളെ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി കബർക്ക് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇനി വരുള്ളൂ. ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ റൂഹ് തൊണ്ടക്കുയിലെത്തിയാൽ പിന്നെ തൗബല്ല എന്നാണ്. തൗബല്ല, പിന്നെ ഒരു ചാൻസ് ഇല്ല, തിരിച്ചു പോക്കില്ല. പിന്നെ ആകെ ഉള്ളത് ഞാൻ പറഞ്ഞത് ജാരിയായ സ്വതക്കം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കിട്ടും. നമ്മൾ എന്തെങ്കിലും ദുനിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കണ സോലയായ മക്കളുണ്ടെങ്കിൽ വാപ്പാക്കും വേണ്ടി വല്ല പ്രാർത്ഥിച്ചതും വാപ്പാക്കും വേണ്ടി വല്ല കൊടുത്ത സ്വതക്കെ ഹജ്ജൊക്കെ ഉണ്ടെങ്കിൽ ഉംറയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരും. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും വരൂല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധം ഇപ്പം ഉണ്ടായാൽ നന്നു, അതിനനുസരിച്ച് ജീവിക്കുക. പടച്ചോൻ തൗഫീഖ് തരട്ടെ.